എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നവരാത്രി സ്പെഷ്യൽ ആയിട്ട് ഒരു സ്വീറ്റ് ചെയ്താലോ. ഒരു ലഡു ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ്, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ നവരാത്രി സ്പെഷ്യൽ ഡിഷസ് ചെയ്തിരുന്നു. ഗുലാബ് ജാമുൻ, ഡ്രൈ ഫ്രൂട്ട്സ് ലഡു, റവ ലഡു, പിന്നെന്താ ക്യാരറ്റ് ഹൽവ, അങ്ങനെ പല ഐറ്റംസും. പക്ഷെ എനിക്ക് തോന്നുന്നു പലരും അതൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും അന്ന് ചെയ്ത ആ സെയിം ഐറ്റംസിന് തന്നെ റിക്വസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യണത് കടലമാവ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു ആണ് കേട്ടോ. ഇതൊരു 3 ആഴ്ച വരെ നമുക്ക് പുറത്ത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നാൾ തന്നെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ്. ഇനി നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ കേട്ടോ. ഇപ്പം കണ്ടില്ലേ, നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 250 ml കപ്പിലാണ് കേട്ടോ 1 കപ്പ് എടുത്തിരിക്കുന്നത്. കടലമാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ആദ്യം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ടകളൊക്കെ പോലെ വരും. പക്ഷെ കുഴപ്പമില്ല, അത് ശരിയായിട്ട് വന്നോളൂ. ഞാനിപ്പോൾ ചെറിയൊരു അളവിൽ മാത്രമേ ചെയ്യണുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്താൽ മതി. അതായത് 1 കപ്പ് കടലമാവിന് 1/4 കപ്പ് നെയ്യ്, അതാണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് ഉരുക്കിയെടുക്കാത്ത നെയ്യാണ് കേട്ടോ 1/4 കപ്പ് അളവ് ഞാൻ പറയണത്. അപ്പോൾ ഉരുക്കിയെടുക്കുമ്പോൾ അതിൽ വ്യത്യാസം വരും. ഇനി കടലമാവ് നെയ്യിലിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ തന്നെ നമുക്കിത് കുറച്ച് സമയം എടുത്ത് കുറച്ച് ക്ഷമയോട് കൂടി തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 15-20 മിനിറ്റോളം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ അളവ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ സമയം വേണ്ടി വരും. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു തന്നെയാണ്. നമ്മൾ ഇതുപോലെ ഈ കടലമാവ് റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഈ കടലമാവിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ഇത് കുക്കായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് വേവിച്ചെടുക്കാത്തതാണല്ലോ, അപ്പോൾ കുക്കായിട്ട് വരണം. കണ്ടില്ലേ, ഇതിൻ്റെ ടെക്സ്ചർ മാറി മാറി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒഴിച്ച നെയ്യില്ലേ, ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. കുറച്ചൊരു ലൂസായിട്ട് മാറിയത്. ഇത് പോരാട്ടോ, ഒന്നും കൂടി ഒന്ന് ആയി വരട്ടെ. നമുക്കിത് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ അറിയാൻ പറ്റും, നല്ലൊരു മണം വരും. പിന്നെ ഇതിൻ്റെ കളറിലും വ്യത്യാസം വരും. ഇതുപോലെ ലൂസായിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തിയതിന് ശേഷം നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കാറില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു. അതുപോലെ ഇളക്കിയും കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇതിന്റെ കളറ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുക. ഒരു 10-15 എണ്ണം. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ ഒരു 10-15 കാഷ്നട്ട് മുറിച്ചതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. കാരണം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അടിഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. തണുത്തതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ. അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇതിലേക്ക് നമുക്കൊരു 6 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഈ ഏലക്കായ നമുക്ക് ഈ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ പഞ്ചസാര നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിക്സ് നന്നായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുക്കാം. അതായത് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചെടുത്തത്. ആദ്യം തന്നെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം. ആദ്യം നമുക്ക് കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ലഡു ആകുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇതെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ലഡു തന്നെയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻ്റ് ഒക്കെ തന്നെയല്ലേ ഇത്. ബാക്കിയുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ടകളൊക്കെ പോലെ തോന്നണത് നട്ട്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നട്ട്സൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരും. ഇനി നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. നമുക്കിപ്പോൾ ഏത് സൈസിലുള്ള ലഡു വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ചെയ്യണത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ലഡുവിൻ്റെ മുകളിൽ നമുക്ക് കാഷ്നട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഞാനൊരു പീസ് ബദാമും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ലഡും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കടലമാവ് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോണ ഒരു ടെക്സ്ചർ തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ലഡു തന്നെയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.